ഹായ് ഫ്രണ്ട്സ്, ചിക്കൻ ഫ്രൈയേക്കാളും ടേസ്റ്റിലൊരു കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കിയെടുത്താലോ? അതിനായി ഇതുപോലെ അരക്കിലോളം അടുത്തുള്ള കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായി ഇതുപോലെ ഇങ്ങനെ അടർത്തിയെടുത്തതാണ്. അത് നല്ലോണം കഴുകി ഞാൻ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇനി ഇതിനെ ഇതുപോലെ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇത് ഈ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു ഹാഫ് കുക്കായി കിട്ടും. അതുപോലെ തന്നെ ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വല്ല പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്ക് ഇത് സെറ്റായി കിട്ടും. ഞാൻ ഈ ഒരു രീതിയിലാണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് എടുക്കാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായി ഇത്രയും അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇത്രയും ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി എടുക്കുന്നുണ്ട്. ഇനി ഇതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് കടലമാവാണ് എടുത്തിട്ടുള്ളത്, കടലപ്പൊടി. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതോടൊപ്പം കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് ചാറ്റ് മസാലയാണ്. അപ്പോൾ ചാറ്റ് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാലപ്പൊടിയോ ഗരം മസാലപ്പൊടിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇതുപോലെ സോയാ സോസും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളത്തിന് പകരം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് വീണ്ടും ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കോളിഫ്ലവർ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് മസാലയൊന്നും ഇളകിപ്പോകാതെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നല്ല ഫ്രൈ ആയി കിട്ടും. നമ്മൾ സാധാരണ ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് മസാലയ്ക്ക് ഇളകിപ്പോകുന്ന ആ ഒരു ഇത് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കോട്ടിങ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ മസാലയൊന്നും ഇളകിപ്പോകാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കോളിഫ്ലവർ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാറ്ററൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചാൽ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും ചെറിയ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി പതുക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. കാരണം ഓൾറെഡി കുക്കായിട്ട് ഉള്ള കോളിഫ്ലവർ ആയതുകൊണ്ട് ഇത് നമ്മൾ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ എല്ലാം പൊടിഞ്ഞു പോവും. കോളിഫ്ലവർ ബാറ്ററിലെല്ലാം പിടിക്കുന്നവരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കോളിഫ്ലവർ. അങ്ങനെ ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. ഓയിൽ ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഓരോ പീസായി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ചാറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് കഴിക്കാൻ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു ഗോബി ഫ്രൈക്ക്. നമുക്കിത് ഗോബി ഫ്രൈ എന്നോ ഗോബി 65 എന്നൊക്കെ പറയാം. ഈ ഒരു ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈ തന്നെയാണിത്. ഇപ്പോൾ ഇട്ടുകൊടുത്തപാട് നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് കോട്ടിങ്ങൊക്കെ ഇളകി വരും. അപ്പോൾ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഓയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിങ്ങനെ അബ്സോർവ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെ എല്ലാ സൈഡും ഇതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെടുക്കുന്നത് ഇങ്ങനെ എല്ലായിടത്തും ഇളക്കി കൊടുത്താൽ എല്ലാ സൈഡും ഒരുപോലെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. അങ്ങനെ ഇപ്പോൾ കോളിഫ്ലവറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് നമുക്ക് കോരി മാറ്റാം.
അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൈ റെസിപ്പിയാണിത്. വൈകുന്നേരം ചായയോടൊപ്പം അതുപോലെ തന്നെ നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ ഈ ഒരു ഫ്രൈ കഴിക്കാൻ പറ്റും. അതുപോലെ ഇതിന് ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. അങ്ങനെ ഇതാ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഞാനിതാ ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.